നിശ്ചയദാർഢ്യത്തിന്റെ തീജ്വാലകൾ ആളിപ്പടർന്നാൽ പ്രതിസന്ധികളുടെ കൂറ്റൻ മതിലുകൾ പോലും തകർത്തെറിയാൻ ഒരു രാഷ്ട്രത്തിന് സാധിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകം ഇന്ത്യയെ വീക്ഷിച്ചത് ആശങ്കയോടെയും സംശയത്തോടെയുമായിരുന്നു. ആഗോള സാമ്പത്തിക വിദഗ്ധരുടെ കാഴ്ചപ്പാടിൽ ദുർബലമായ 5 സമ്പദ് വ്യവസ്ഥയിൽ ഒന്നായി തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു രാജ്യം. എന്നാൽ ഇന്ന് അതേ രാജ്യം ഇന്ത്യയെ നോക്കുന്നത് ആദരവോടും അനിഷേധ്യമായ പ്രതീക്ഷയോടും കൂടിയാണ്. ലോകത്തിലെ മികച്ച 5 സാമ്പത്തിക ശക്തികളിൽ ഒന്ന് എന്ന പദവിയിലേക്ക് ഇന്ത്യ അതിവേഗം കുതിച്ചുയർന്നിരിക്കുന്നു. ഇത് കേവലം സാമ്പത്തിക കണക്കുകളിൽ ഒരു മാറ്റമല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടായ ഇച്ഛാശക്തിയുടെ ദീർഘവീക്ഷണമുള്ള ഭരണകൂടത്തിന്റെ നാ റൂങ്കിഗെ നോ തീമെങ്കെ, അതായത് നമ്മൾ നിർത്തുകയുമില്ല തളരുകയുമില്ല എന്ന അചഞ്ചലമായ മന്ത്രത്തിന്റെ പ്രഘോഷണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDTVയുടെ ആഗോള ഉച്ചകോടിയായ NDTV വേൾഡ് സമ്മിറ്റിനെ അഭിസംബോധന ചെയ്തപ്പോൾ ലോകത്തിന് മുന്നിൽ സ്ഥാപിച്ചത് തടയാനാവാത്ത ഒരു മഹാപ്രയാണത്തിന്റെ ചിത്രം തന്നെയാണ്. തടയാനാവാത്ത ഭാരതം എന്ന സെഷന്റെ പേര് വെറുമൊരു തലക്കെട്ടല്ല, മറിച്ച് കാലം ഇന്ത്യയുടെ ശക്തിക്ക് നൽകിയ സാക്ഷ്യപത്രമാണ്. ലോകം സംഘർഷങ്ങളാലും അനിശ്ചിതത്വങ്ങളാലും ഉലയുമ്പോൾ ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്ന രാജ്യത്തിന് അനിഷേധ്യമായ വളർച്ചാ പാതയാണ് അദ്ദേഹം വിശദീകരിച്ചത്. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ അവയെ അവസരങ്ങളാക്കി മാറ്റി സ്വന്തം വിധി നിർണയിക്കുന്ന ഒരു നവഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഇതിഹാസമാണിത്. ഈ മഹാശക്തിയുടെ യാത്രയുടെ ഓരോ അധ്യായവും ലോകത്തിന് ഇന്ന് പഠന വിഷയമാണ്. ഒരു പതിറ്റാണ്ട് മുൻപത്തെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് വിശ്വാസ്യതയുടെ തകർച്ചയായിരുന്നു. അതായത് 2014 രാജ്യം ഒരു നിർണായക വഴിത്തിരിവിൽ നിൽക്കുകയായിരുന്നു. അന്നത്തെ ഇന്ത്യയുടെ ചിത്രം ഇന്ന് കാണുന്നതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ രാജ്യം ഒരു വലിയ ചോദ്യചിഹ്നമായിട്ടാണെന്ന് നിലകൊണ്ടത്. സാമ്പത്തിക പ്രതിസന്ധികൾ കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ ലോകം ഇന്ത്യയെ ഫ്രജൈൽ 5 ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഏതൊരു സാമ്പത്തിക ആഘാതത്തിനും തകരാൻ സാധ്യതയുള്ള രാജ്യമായി അവർ പ്രഖ്യാപിച്ചു. ആഭ്യന്തര രംഗത്താകട്ടെ സ്ഥിതി കൂടുതൽ പരിതാപകരമായിരുന്നു. നയപരമായ സ്തംഭനം അഥവാ പോളിസി പാരാലിസിസ് എന്ന പ്രതിസന്ധി ഭരണകൂടത്തെ നിർവീര്യമാക്കി. നിർണായകമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ സർക്കാർ ആടിയുലഞ്ഞു. അഴിമതി രാജ്യത്തിന്റെ പൊതുജീവിതത്തിൽ ഒരു വലിയ നിഴൽ പോലെ വ്യാപിച്ചു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകൾ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കടുത്ത മങ്ങലേൽപ്പിച്ചു. യുവജനതയുടെ പ്രതീക്ഷകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്ന പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കി. വനിതാ സുരക്ഷ, ഭീകരവാദ സെല്ലുകളുടെ ഭീഷണി തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പ്രശ്നങ്ങൾ രാജ്യത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു. രാജ്യത്തെ ജനങ്ങളും ലോകവും പോലും ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇന്ത്യക്ക് കഴിയില്ലെന്നാണ് ചിന്തിച്ചിരുന്നത്. പിന്നെയാണ് പരിവർത്തനത്തിന്റെ തരംഗം, ഇച്ഛാശക്തിയുടെ പുതിയ അധ്യായം വിളിക്കപ്പെടുന്നത്. അതായത് കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയും ദീർഘവീക്ഷണത്തോടെയുമുള്ള പരിഷ്കാരങ്ങളിലൂടെയും രാജ്യം ഈ ചിത്രം മാറ്റി വരച്ചു. മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്ന തത്വത്തിലൂന്നി ഭരണത്തിലെ സുതാര്യത ഉറപ്പാക്കി. അഴിമതിക്ക് തടയിടാൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗിച്ചു. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി കോടിക്കണക്കിന് രൂപയുടെ ചോർച്ച തടയാൻ കഴിഞ്ഞത് ഈ മാറ്റത്തിന്റെ ഒരു ഉദാഹരണമാണ്. ദുർബലമായ 5 എന്ന നാണക്കേടിൽ നിന്ന് ഇന്ത്യ കുതിച്ചുയർന്ന് ഇന്ന് ലോകത്തിലെ മികച്ച 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറി. ഈ മാറ്റം കേവലം GDP വളർച്ചയിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിലും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലും നിക്ഷേപക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും വിജയിച്ചു. പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ന് പണപ്പെരുപ്പം 2% താഴെയും വളർച്ചാ നിരക്ക് 7% മുകളിലുമാണ്. ലോകം സാമ്പത്തിക അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ ഈ സാമ്പത്തിക സ്ഥിരത ലോകത്തിലെ നിക്ഷേപകർക്ക് ഒരു സുരക്ഷിത താവളമാണ് ഒരുക്കുന്നത്. അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് രാജ്യത്തെ ഒരു ഉപഭോക്തൃ രാഷ്ട്രത്തിൽ നിന്നും ഉൽപാദന ശക്തി കേന്ദ്രമായി ഉയർത്താൻ സഹായിച്ചു. പ്രതിരോധം, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിൽ തദ്ദേശീയമായ ഉൽപാദനത്തിന് ഊന്നൽ നൽകി. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ചിപ്പ് മുതൽ കപ്പൽ വരെ എല്ലായിടത്തും ഒരു ആത്മനിർഭർ ഇന്ത്യയാണ് കാണാൻ സാധിക്കുന്നത്. മൊബൈൽ ഉൽപാദനത്തിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ 2ാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളായി നമ്മുടെ ഇന്ത്യ മാറി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ലോകത്തിലെ വൻകിട കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയും രാജ്യത്തെ ആഗോള വിതരണ ശൃംഖലയുടെ ഗ്ലോബൽ സപ്ലൈ ചെയിനിലെ നിർണായക കണ്ണിയാക്കി ഇന്ത്യയെ മാറ്റുകയും ചെയ്തു. കൂടാതെ പ്രതിരോധവും സുരക്ഷയും അവിടെ നമ്മൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കണ്ടത്. ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ വന്ന മാറ്റം രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയ്ക്ക് വലിയ കരുത്ത് പകർന്നു. പണ്ട് ഭീകരവാദ ആക്രമണങ്ങളെ പ്രസ്താവനകളിലൂടെ നേരിട്ട രാജ്യം ഇന്ന് ശക്തമായി തിരിച്ചടി എന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്കുകൾ, വ്യോമാക്രമണങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ശക്തമായ സൈനിക നടപടികൾ ഇതിലൂടെ ഭീകരവാദത്തിന്റെ വേരിറക്കാൻ ഇന്ത്യ മടിക്കില്ലെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ശക്തികൾക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ലെന്ന് ഈ നടപടികൾ പ്രഖ്യാപിച്ചു. ഈ ദൃഢമായ
സഹായ നിലപാട് അയൽ രാജ്യങ്ങളുടെ ഭീകരവാദ പ്രോത്സാഹനത്തിന് കടിഞ്ഞാണിടാൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെയും തീരുന്നില്ല കോവിഡ് പ്രതിരോധം. മനുഷ്യത്വത്തിന്റെ ആഗോള മാതൃകയായിരുന്നു. കോവിഡ് മഹാമാരി ലോകത്തെ ഗ്രസിച്ചപ്പോൾ ലോകശക്തികൾ പോലും തകർന്നടിഞ്ഞു. എന്നാൽ ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഇന്ത്യ മഹാമാരിയെ നേരിട്ട രീതി ലോകത്തിന് മുന്നിൽ ഒരു പാഠപുസ്തകമായി മാറി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി, പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് എന്നിവയാണ് ലോകം അന്ന് കണ്ടത്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യ ഈ വെല്ലുവിളിയെ പോരാടി ജയിച്ചു. റെക്കോർഡ് വേഗത്തിൽ സ്വന്തമായി വാക്സിനുകൾ വികസിപ്പിച്ചു. വാക്സിനേഷൻ യജ്ഞത്തിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വാക്സിൻ നൽകി. മാത്രവുമല്ല, വാക്സിൻ മൈത്രി പോലെയുള്ള പദ്ധതികളിലൂടെ ലോകത്തിലെ നിരവധി രാജ്യങ്ങൾക്ക് വാക്സിനുകളും മരുന്നുകളും നൽകി. ഇന്ത്യ ലോകത്തിലെ ഫാർമസി എന്ന പദവിക്കും അടിവരയിട്ടു. മാനുഷികപരമായ ഈ സമീപനം പ്രതിസന്ധിയിൽ ലോകത്തെ കൈപ്പിടിച്ചുയർത്താൻ ശേഷിയുള്ള ഒരു ഉത്തരവാദിത്തമുള്ള പങ്കാളിയായി ഇന്ത്യയെ അടയാളപ്പെടുത്തി. മഹാമാരിക്ക് ശേഷം ലോകം സാമ്പത്തികമായി തളർന്നപ്പോഴും ശരാശരി 7.8% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ നിലനിന്നു. അതുപോലെ തന്നെ ഇന്ന് ലോകം ഇന്ത്യയെ വിശ്വസനീയവും ഉത്തരവാദിത്തമുള്ളതും പ്രതിരോധ ശേഷിയുള്ളതുമായ ഒരു പങ്കാളിയായാണ് സമീപിക്കുന്നത്. ഈ വിശ്വാസ്യതയുടെ ഫലമാണ് രാജ്യത്തേക്ക് ഒഴുകിയെത്തുന്ന നിക്ഷേപങ്ങളും കയറ്റുമതിയിലെ റെക്കോർഡ് വളർച്ചയും. കയറ്റുമതിയുടെ കുതിപ്പിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി 4.8 ലക്ഷം കോടി രൂപ എന്ന റെക്കോർഡിലെത്തി. ഇത് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ ഉൽപാദനക്ഷമതയും ആഗോളതലത്തിലുള്ള ഡിമാൻഡും വർദ്ധിച്ചതിന്റെ തെളിവാണ്. കൂടാതെ ക്രെഡിറ്റ് റേറ്റിംഗ് അംഗീകാരം. ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം നിലനിൽക്കെ 17 വർഷത്തിന് ശേഷം S&P പോലെയുള്ള പ്രമുഖ റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തി. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളിലുള്ള ലോകത്തിന്റെ വിശ്വാസമാണ് വർദ്ധിപ്പിച്ചത്. സാങ്കേതിക രംഗത്തെ കുതിപ്പ് നോക്കുമ്പോൾ ആകട്ടെ, ഗൂഗിൾ ഇന്ത്യയുടെ AI മേഖലയിൽ $15 ബില്യൺ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നിൽ ഇന്ത്യയുടെ യുവജന ശക്തിയിലും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള വിശ്വാസവുമാണ്. ഇലക്ട്രോണിക്സ് മുതൽ ഫാർമ വരെ, ഓട്ടോമൊബൈൽ മുതൽ മൊബൈൽ ഉൽപാദനം വരെ നിക്ഷേപങ്ങളുടെ ഒരു തരംഗം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരികയാണ്. UK പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ സന്ദർശനവും യൂറോപ്യൻ രാജ്യങ്ങൾ $100 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ആഗോള പ്രതീക്ഷയുടെ മറ്റൊരു തെളിവാണ്. ഈ നിക്ഷേപ തരംഗം ഇന്ത്യയെ ആഗോള വിതരണ ശൃംഖലയുടെ ഒരു സുപ്രധാന കേന്ദ്രമാക്കി മാറ്റുകയാണ്. വരും വർഷങ്ങളിൽ ലോക ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നായിരിക്കും നടക്കുക എന്നതിന്റെ സൂചനകളാണ് ഈ നിക്ഷേപങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. ഇന്ന് ഇന്ത്യയുടെ വളർച്ചാ കഥ വെറും ഒരു സാമ്പത്തിക വിജയം മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ മാനസികപരമായ ഉണർവ് കൂടിയാണ്. കഴിഞ്ഞൊരു പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യ പഴയ ദുർബലമായ ഇമേജിൽ നിന്നും പുറത്തു വന്ന് സ്വന്തം കഴിവുകളിലും തദ്ദേശീയമായ സാങ്കേതിക വിദ്യകളിലും യുവതലമുറയുടെ ഊർജ്ജസ്വലതയിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു നവഭാരതമായി മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി മോദി ആവർത്തിച്ചതുപോലെ തടയാനാവാത്ത ഭാരതം എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ നിർത്തുകയില്ല, തളരുകയുമില്ല. പ്രതിസന്ധികളെ അതിജീവിച്ച് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റി പുതിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുന്ന ഈ രാഷ്ട്രം ലോകക്രമത്തിൽ ഇനി കേവലം ഒരു പങ്കാളിയല്ല, മറിച്ച് ലോകത്തെ നയിക്കാൻ കെൽപ്പുള്ള ഒരു വിശ്വഗുരുവായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യപരമായ അടിത്തറ, ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഖ്യ, സാങ്കേതിക വിദ്യയിലുള്ള മുന്നേറ്റം, ദൃഢമായ രാഷ്ട്രീയം, ഈ അനുകൂല ഘടകങ്ങളെല്ലാം ചേർന്ന് ഇന്ത്യയുടെ മഹാപ്രയാണത്തിന് കരുത്തു പകരുന്നു. ഈ യാത്ര തുടരുക തന്നെ ചെയ്യും. കാരണം ഇന്ത്യയുടെ കരുത്തും ആത്മവിശ്വാസവും തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.